പ്രിയ സജ്ജനങ്ങൾക്ക് കർണാമൃതം ഒരു ദേവതാ സംഗമ വേദിയിലേക്ക് സുസ്വാഗതം. രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് നമ്മുടെ ചാനലിൽ നടന്നു വരുന്ന പ്രഭാഷണ പരമ്പരയിൽ ഇന്ന് സ്വയംപ്രഭയെക്കുറിച്ചുള്ള പ്രഭാഷണമാണ്. ഇത് നമുക്കായി ഇവിടെ അവതരിപ്പിക്കുന്നത് നമ്മുടെ പ്രിയങ്കരിയായ വേണി വെങ്കടേശ്വരൻജിയാണ്. വേണിയേച്ചിയെ ഞാൻ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സുസ്വാഗതം ചെയ്യുന്നു. എല്ലാ പ്രിയമിത്രങ്ങളും ഇത് കേൾക്കണം. ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ പ്രിയപ്പെട്ടവരിലേക്കും എത്തട്ടെ എന്ന പ്രാർത്ഥനയോടെ. നമസ്തേ കൂട്ടുകാരെ. കർണാമൃതം ഒരു ദേവതാ സംഗമം എന്ന വേദിയിലെ നമ്മുടെ രാമായണ മാസാചരണത്തിലെ കഥാപാത്ര പരിചയപ്പെടലിൽ ഇന്ന് നമുക്ക് സ്വയംപ്രഭയെ പരിചയപ്പെടാം. ഞാൻ വേണി വെങ്കടേശ്വരൻ. ഇവിടെ ഇതിനൊരവസരം തന്ന പ്രിയപ്പെട്ട മിനിക്ക് എൻ്റെ സ്നേഹം അറിയിക്കുന്നു. സ്വയംപ്രഭ. സീതാന്വേഷണത്തിനിടയിൽ ദാഹിച്ചു വലഞ്ഞ വാനരവീരർ പുല്ലുകൾ, കുറ്റിച്ചെടികൾ, വള്ളികൾ തുടങ്ങിയവയാൽ മൂടപ്പെട്ട ഒരു ഗുഹയുടെ അരികിൽ എത്തിച്ചേർന്നു. അപ്പോൾ ആ ഗുഹയിൽ നിന്നും പറന്നുയർന്ന പക്ഷികളുടെ ചിറകുകളിൽ നിന്നും വെള്ളം ഇറ്റിറ്റു വീണത് കണ്ട വാനരർ അതിനുള്ളിൽ കുടിവെള്ളമുണ്ടെന്ന് മനസ്സിലാക്കി. നല്ല ജലം ഇതിലുണ്ടെന്നു നിർണയം, എല്ലാവരും നാം ഇതിൽ ഇറങ്ങിയിടുക എന്ന് പറഞ്ഞുകൊണ്ട് ഹനുമാൻ ആദ്യം ഇരുളടഞ്ഞ ആ ഗുഹയ്ക്കുള്ളിൽ പ്രവേശിച്ചു. പിന്നാലെ മറ്റു വാനരന്മാരും ഒന്നിനു പിന്നാലെ മറ്റൊന്നായി അന്യോന്യം ഒത്തു കയ്യും പിടിച്ച് ആകുലത്തോടെ ഗുഹയിൽ പ്രവേശിച്ചു. കുറച്ചു ദൂരം ചെന്നപ്പോൾ കാഴ്ചയിൽ പരമാനന്ദമുളവാക്കുന്ന അതിധന്യമായ ഒരു ദേശസ്ഥലം അവർക്ക് കാണാൻ സാധിച്ചു. അവിടെ സ്ഫടിക തുല്യം നല്ല തെളിഞ്ഞ ജലമുള്ള അനേകം തടാകങ്ങളും മധുരബലങ്ങൾ നിറഞ്ഞ കൽപ്പവൃക്ഷങ്ങളും പുഷ്പലതാദികളും തേൻ നിറഞ്ഞ മധുകോശങ്ങളും അലങ്കാരത്തോടു കൂടിയതും ഭക്ഷ്യഭോജ സാമഗ്രികൾ നിറഞ്ഞ സർവഗുണസമ്പന്നമായതും ദേവഗ്രഹങ്ങൾക്കു തുല്യമായ മനുഷ്യരഹിത ഭവനങ്ങളും കാണപ്പെട്ടു. അപ്പോൾ അവിടെ ആ ദിവ്യ ഭവനങ്ങളിൽ ഒന്നിൽ രത്നങ്ങളോട് കൂടിയ സ്വർണ്ണ സിംഹാസനത്തിൽ വൽക്കലം ധരിച്ച് ധ്യാനമഗ്നയായ ഒരു തപസ്സിനിയെ അവർ കണ്ടു. ആ തപസ്സിനി സദാ സ്വയം പ്രകാശിച്ചു കൊണ്ടിരുന്നതിനാൽ സ്വയംപ്രഭ എന്ന പേര് ലഭിച്ചു. ആ തപസ്സിനിയെ കണ്ട് അവർ ഭക്തിയോടെയും ഭീതിയോടെയും വണങ്ങി. വാനരസത്തന്മാരെ കണ്ട യോഗിനി സന്തോഷത്തോടു കൂടി അവരുടെ വൃത്താന്തമെല്ലാം കേട്ടറിഞ്ഞു. നിങ്ങളാരാകുന്നതെന്നു പറയണം, ഇങ്ങു വന്നിടുവാൻ മൂലവും ചൊല്ലണം, എങ്ങനെ മാർഗം അറിഞ്ഞവാർ എന്നതും എങ്ങിനി പോകുന്നതെന്നും പറയണം. ഹനുമാനിൽ നിന്നും ശ്രീരാമ വൃത്താന്തങ്ങളെല്ലാം അറിഞ്ഞ വിഷ്ണുഭക്തയായ സ്വയംപ്രഭ അവരോട് പക്വഫലങ്ങളും ഭക്ഷിച്ച് ജലപാനവും ചെയ്ത് തെളിഞ്ഞ ബുദ്ധിയോടെ വരുവാൻ നിർദ്ദേശിച്ചു. അതനുസരിച്ച് വാനരർ വിശപ്പും ദാഹവും അകറ്റി. എന്നിട്ട് ചിത്തം തെളിഞ്ഞ് ദേവിയുടെ മുന്നിലെത്തി കൈകൂപ്പി വണങ്ങി നിന്നു. സ്വയംപ്രഭാഗതിയെ ആത്മീയപരമായി എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം? രാമായണത്തിലെ സ്വയംപ്രഭയും അവരുടെ താമസ സ്ഥലവും സീതാന്വേഷണത്തിന് പോകുന്ന വാനരന്മാരെ, പ്രത്യേകിച്ച് ഹനുമാനെ കാണുന്നതുമൊക്കെ ഒരു ഭാവന എന്നോണം അനുവാചകർക്ക് അനുഭവപ്പെടാം. ഇവിടെ എടുത്തു പറയേണ്ട ചില വസ്തുതകൾ കാണുന്നുണ്ട്. അതിലൊന്നാമത്തേത് ത്രിമൂർത്തി സംഗമം എന്ന വസ്തുതയാണ്. അതായത് വിശ്വത്തെ സൃഷ്ടിച്ചയാളാണല്ലോ വിശ്വസൃഷ്ടാവ് അഥവാ വിശ്വകർമാവ്. സൃഷ്ടിക്ക് മുമ്പ് സർവം ശൂന്യമായിരുന്നു. അതിനാൽ ഈ ബ്രഹ്മം തന്നിലെ ആദിശക്തി, ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി, പരാശക്തി എന്നീ പഞ്ചശക്തികളെ ജ്വലിപ്പിച്ചു. ഈ പഞ്ചശക്തികൾ യഥാക്രമം സദ്യോജാതം, വാമദേവം, അഘോരം, തൽപുരുഷം, ഈശാനം എന്നീ പഞ്ചമുഖങ്ങളായി പരിണമിച്ചു. അങ്ങനെ കേവല ബ്രഹ്മം പഞ്ചമുഖ ബ്രഹ്മമായി പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു എന്ന് മത്സ്യപുരാണത്തിൽ പറയുന്നു. യത് കിഞ്ചിത് ശില്പം തത് സർവം വിശ്വകർമ്മജം. ഋഗ്, യജുർ, സാമ, അഥർവ വേദങ്ങളിൽ പല അധ്യായങ്ങളിലും വിശ്വകർമാവിനെ ഏകനായും പാലകനായും സൃഷ്ടാവായും ഒക്കെ സ്തുതിക്കുന്ന ഒട്ടേറെ സൂക്തങ്ങളുണ്ട്. അങ്ങനെ വിശ്വകർമാവ് സൃഷ്ടികർത്താവ് എന്ന നിലയിൽ അറിയപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ മകളാണ് ഹേമ. അനേകായിരം സംവത്സരം ആ ധന്യദേശസ്ഥലത്തു താമസിച്ചിട്ടാണ് ഹേമ സ്വർഗത്തിലെത്തിയത്. അപ്പോൾ തീർച്ചയായിട്ടും അവിടം ഒരു പുണ്യസ്ഥലം തന്നെയാണ്. ഇനി രണ്ടാമത്തേത്, വിഷ്ണു ഭക്തയായ സ്വയംപ്രഭയ്ക്ക് ആ ദിവ്യസ്ഥലം ലഭിക്കുന്നത് ഹേമയിൽ നിന്നുമാണ്. സ്വയംപ്രഭയാകട്ടെ വിഷ്ണുവിൻ്റെ അവതാരമായ ശ്രീരാമനെ ഭജിച്ചു കഴിഞ്ഞിരുന്നു. ശ്രീരാമൻ അവതരിച്ച വാർത്തയും രാമലക്ഷ്മണാദികളെ കാണുവാൻ ഇടവരുന്നതും വാനരന്മാർ നിമിത്തമാണ്. അതോടെ ശ്രീരാമാദികളുടെ ദിവ്യ ദർശനം ലഭിക്കുകയും ബദര്യാശ്രമത്തിൽ പോയി ശ്രീരാമനെ സ്മരിച്ചുകൊണ്ട് സ്വയംപ്രഭ മുക്തി നേടുകയുമാണ് ഉണ്ടായത്. ഇനി മൂന്നാമത്തേത്, പരമശിവൻ ഹേമ എന്ന നർത്തകിയുടെ നൃത്തത്തിൽ സന്തുഷ്ടനായി ആ ദിവ്യപുരം ഹേമയ്ക്ക് സമ്മാനിച്ചതാണ്.
അപ്പോൾ അദ്ദേഹത്തിൻ്റെ പങ്കും ഇതിൽ നിഷേധിക്കാൻ പറ്റില്ല. അങ്ങനെ ഈ 3 പേരും ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരർ ഇവിടെ ഒരുമിച്ച് സംഗമിച്ച് ഒരു മായാലോകം സൃഷ്ടിച്ച് വാനരവീരന്മാർക്ക് ഭോജനവും അമൃതിന് തുല്യമായ പാനീയങ്ങളും നൽകി അവർക്ക് സീതാന്വേഷണത്തിനു വേണ്ടിയുള്ള ഊർജവും അനുഗ്രഹാശിസ്സുകളും നൽകിയതായിരിക്കാം എന്ന് സ്വയംപ്രഭയുടെയും അവരുടെ ദിവ്യപുരത്തിൻ്റെയും വിവരണത്തിൽ കൂടി നമുക്ക് വിശ്വസിക്കാം. ദേവകാര്യാർത്ഥം ദേവന്മാർ ഭൂമിയിൽ പ്ലവകകുലത്തിൽ വാനരകുലത്തിൽ ജനിച്ചവരാണെങ്കിലും അവർക്ക് വാനരശ്രേഷ്ഠകൾ സ്വാഭാവികമായിരിക്കും. കാര്യഗൗരവം, ഉത്തരവാദിത്തം മുതലായവയിൽ ലോഭവും ലൗകിക സുഖങ്ങളിൽ തൽപരന്മാരുമായിട്ടായിരുന്നു കാണപ്പെട്ടത്. അങ്ങനെയുള്ളവരെ മായാജാലത്തിൽ കൂടി ബലമൂലാദികളും ജലവും നൽകി ജ്ഞാനം വർദ്ധിപ്പിച്ച് ത്രിമൂർത്തികളുടെ പ്രതിനിധിയായ ഒരു തപസ്വിനിയുടെ നിർദ്ദേശപ്രകാരം അവരെ ജ്ഞാനോദയത്തിലേക്ക് ഉയർത്തിയതും അതുകൊണ്ടാണ് കണ്ണടപ്പിച്ച് വാനരരെ മായയിൽ നിന്നും പുറത്തെത്തിച്ചത് എന്നും തീരുമാനിക്കാം. രാമായണത്തിലെ ആത്മീയ വഴിത്തിരിവായിട്ടാണ് പണ്ഡിതർ ഇതിനെ സൂചിപ്പിക്കുന്നതും വിലയിരുത്തുന്നതും. മനുഷ്യർ മായയിൽ നിന്നും മുക്തി നേടുമ്പോഴാണ് സന്മാർഗ സഞ്ചാരിയാകുന്നത്. ഇനി നമുക്ക് സ്വയംപ്രഭ ആരായിരുന്നു എന്ന് പരിശോധിക്കാം. സ്വയംപ്രഭ മേരുസാവർണി എന്ന ഗന്ധർവന്റെ പുത്രിയും ദേവനർത്തകിയായ ഹേമയുടെ സഖിയുമാണ്. ഹേമ വിശ്വകർമാവിൻ്റെ പുത്രിയാണ്. ഹേമയ്ക്ക് ഈ ദിവ്യപുരം നൽകിയത് പരമശിവനാണ്. അതിന് കാരണം ഹേമയുടെ നൃത്തം കണ്ട് സന്തുഷ്ടനായതിനാലാണ്. ഹേമ അവിടെ അനേകായിരം സംവത്സരം താമസിച്ചിരുന്നു. അത് കഴിഞ്ഞ് ഹേമ ഈ സ്ഥലം ഉപേക്ഷിച്ച് ബ്രഹ്മലോകം പ്രാപിച്ചു. ത്രേതായുഗത്തിൽ ദശരഥപുത്രനായ ശ്രീരാമന്റെ പത്നി സീതയെ രാവണൻ കട്ടുകൊണ്ടുപോയ ശേഷം സീതാന്വേഷണത്തിനായി നിയോഗിക്കപ്പെട്ട വാനരശ്രേഷ്ഠന്മാർ ഇവിടെ എത്തുമ്പോൾ അവരെ സത്കരിക്കുകയും ഉപകാരം ചെയ്തു കൊടുക്കുകയും വേണം. പിന്നീട് നീ ശ്രീരാമനെ കണ്ടു വണങ്ങുകയും ചെയ്യുമ്പോൾ നിനക്ക് മുക്തി ലഭിക്കും എന്ന് സ്വയംപ്രഭയോട് പറഞ്ഞിട്ടാണ് ഹേമ ബ്രഹ്മലോകം പ്രാപിച്ചത്. സ്വയംപ്രഭ ഹനുമാനോട് ഇക്കഥ പറഞ്ഞിട്ട് അവരോട് കണ്ണടച്ചിടാൻ പറയുകയും പിന്നീട് അവർ കണ്ണു തുറന്നപ്പോൾ പൂർവ്വസ്ഥിതി അടവിയിൽ പ്രവേശിക്കുകയും ചെയ്തു. ഭക്ത്യാവരനെ സ്തുതിച്ചാൽ വരും തവ മുക്തിപദം യോഗിഗമ്യം. സനാതനമാകയാൽ ഞാനിനി ശ്രീരാമദേവനെ വേഗേന കാൺമതിനായി കൊണ്ടുപോകുന്നു. നിങ്ങളെ നേരെ പെരുവഴി കൂട്ടുവൻ നിങ്ങളെല്ലാവരും കണ്ണടച്ചിടുവൻ. ചിത്തം തെളിഞ്ഞവർ കണ്ണടച്ചിടിനാർ സത്വരം പൂർവ്വസ്ഥിതാടവി പുക്കിതു. ചിത്രം വിചിത്രം ചിത്രമെന്നോർത്തവർ പദ്ധതിയുടെ നടന്നു തുടങ്ങിനാർ. പിന്നീട് ആ താപസി വേഗേന ശ്രീരാമസന്നിധിയിലെത്തി ഭക്തിയോടെ ലക്ഷ്മീശനെ പ്രദക്ഷിണം ചെയ്ത് സ്തുതിച്ചു വീണ് നമസ്കരിച്ചു. ദാസീതവാഹം രഘുപതേ രാജേന്ദ്ര വാസുദേവ പ്രഭോ രാമാദയാനിതേ. കാൺമതിനായി കൊണ്ട് വന്നേനിവിടെ ഞാൻ സാമ്യമില്ലാതെ ജഗൽപതേ ശ്രീപതേ. പ്രസന്നനായ ശ്രീരാമൻ സ്വയംപ്രഭയോട് ചോദിച്ചു, നിന്റെ ഭക്തി കൊണ്ട് നീ എന്താണ് കാക്ഷിക്കുന്നത്? അതിനുത്തരം സ്വയംപ്രഭ പറഞ്ഞു, രാമരാമേജി ജപിക്കായി വരേണമേ, രാമപാദേ രമിക്കേണമെന്മാനസം. ചാരുമന്ദസ്മിതം പൂണ്ട ശ്രീരാമൻ സ്വയംപ്രഭയോട് ബദര്യാശ്രമത്തിൽ പോയി തപസ്സനുഷ്ഠിച്ച് മോക്ഷം നേടാൻ ഉപദേശിച്ചു. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഈ ചെറിയ വിവരണം ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും കമൻറ്റും ഇടുക. എല്ലാവർക്കും എൻ്റെ സ്നേഹം അറിയിക്കുന്നു. നമസ്തേ.